Hello everyone, welcome to Jayasree's classroom. I am Jayasree Prathi. ഞാൻ ഇന്ന് MA 102, ഇത് MAT അല്ല, MA 102 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ഒരു സബ്ജക്റ്റിലെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സെമസ്റ്റർ BTech ഡിഗ്രി എക്സാമിനേഷൻ മെയ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. ഈ ഒരു ഓഗസ്റ്റ് 16, 2021 യൂണിവേഴ്സിറ്റി എക്സാം നടക്കാനിരിക്കുകയാണ്. അപ്പം ആ കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ IVP y ഡബിൾ ഡാഷ് മൈനസ് y is equal to 0 where y of 0 is equal to 4 y dash of 0 is equal to -2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫൈൻഡ് ദ സൊല്യൂഷൻ. വാട്ട് ഇസ് ദ y വാല്യൂ? ഓക്കെ, IVP മീൻസ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. IVPയുടെ അർത്ഥം ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് യു ആർ ഗിവൺ ഫ്യൂ കണ്ടീഷൻസ്, 2 കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ by finding the solution of this differential equation you will get a solution containing different arbitrary constants. Suppose C1 and C2. ഈ C1 and C2ൻ്റെ വാല്യൂവും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ബൈ അപ്ലൈയിങ് ദ ഗിവൺ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട്. സോ ഫസ്റ്റ് aim is finding the solution of this differential equation, the general solution. അതിനുശേഷം ആ സൊല്യൂഷനിൽ ഈ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിട്ട് C1 C2 കാണണം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന 2 ടേംസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ LHSലുള്ളത്. വൺ ഇസ് y ഡബിൾ ഡാഷ് ആൻഡ് അതർ ഇസ് y. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് വരുന്ന ടേംസിനെ നമ്മളൊരു ഓപ്പറേറ്ററിലേക്ക് മാറ്റി എഴുതും. നിങ്ങൾ ഇത്രയും ഓർക്കാനുള്ളൂ. y ഡാഷ് എന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു dy. d ഇസ് ദ ഓപ്പറേറ്റർ. വാട്ട് ഇസ് ദ ഓപ്പറേറ്റർ? d മീൻസ് ഇറ്റ് ഇസ് ടേക്കിംഗ് d by dx, ഓൺലി ദ ഓപ്പറേറ്റർ d by dx. അപ്പം y ഡാഷിനെ dy എന്ന് മാറ്റി എഴുതുക. y ഡബിൾ ഡാഷിനെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മാറ്റി എഴുതുക? ഇറ്റ് ഇസ് d സ്ക്വയർ y. y ട്രിപ്പിൾ ഡാഷ് ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? d ക്യൂബ് y എന്ന് മാറ്റി എഴുതാം. അപ്പം ഈ രീതിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഈ തരത്തിൽ ഓപ്പറേറ്റർ ഡിയിൽ ക്വസ്റ്റ്യനെ മാറ്റി എഴുതുക. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറുക? y ഡബിൾ ഡാഷ്. അപ്പോൾ സോ അക്കോർഡിംഗ് ടു ദിസ് ഇറ്റ് ഇസ് d സ്ക്വയർ y. Okay, d square y minus the second term is y itself, so keep y as it is equal to 0. And you can see a common factor. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? y ഉണ്ട്. Okay, so take out y and remember one thing, you have to write y at the end of the expression. So നമ്മൾ എഴുതുമ്പോൾ d സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y. ഈ വൈനെ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ എഴുതരുത്. ഓക്കെ, ദെൻ ഇറ്റ് ബിക്കംസ് മീനിങ്ലെസ്. അപ്പം y എപ്പോഴും എൻഡിലാണ് എഴുതേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ ഈ കോയഫിഷ്യൻ്റ് മാത്രം എടുക്കുക. അതായത് കോയഫിഷ്യൻ്റ് എന്താണ്? d സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇത്രയും എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിയുടെ പേര് മാറ്റിയിട്ട് ഡിക്ക് പുതിയ പേര് കൊടുക്കാൻ പോവുകയാണ്. d is equal to m. ഓക്കെ, എന്തുകൊണ്ടാണ് എം കൊടുക്കുന്നത്? അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. ഐ എം നോട്ട് മെൻഷനിങ് ദോസ് തിങ്സ്. ഓക്കെ, നിങ്ങൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ d ഈക്വൽ ടു എം. ഡി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വിൽ ബി അവർ ഇക്വേഷൻ? അവർ ഇക്വേഷൻ ബിക്കംസ് എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ പേരാണ് ഓക്സിലറി ഇക്വേഷൻ, AE എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി എന്താണ്? ഫോമിങ് ഓക്സിലറി ഇക്വേഷൻ. ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ഫ്രം ദിസ് ഇക്വേഷൻ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് എഴുതാം. ഈ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മളുടെ സൊല്യൂഷൻ പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന് 3 കേസസ് ആയിട്ടാണ്. 3 കേസസ് ഉണ്ട്. കേസ് 1 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. കേസ് 2 എന്ന് പറയുന്നത് റൂട്ട്സ് ആർ സെയിം. കേസ് 3 എന്ന് പറയുന്നത് റൂട്ട്സ് ആർ
കോംപ്ലക്സ്. അപ്പോൾ ഈ 3 കേസസ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. എന്താണെന്ന് ഞാൻ ഇപ്പോഴും മെൻഷൻ ചെയ്യുന്നില്ല, ഈ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ റൂട്ട്സ് +1 ആൻഡ് -1 2 റൂട്ട്സ് ഉണ്ട്. അത് റിയൽ നമ്പേഴ്സ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. Therefore our സൊല്യൂഷൻ, നമ്മുടെ സൊല്യൂഷനെ പറയുന്ന പേര് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നാണ്. CF ഷോർട്ട് ഫോം ആയിട്ട് എഴുതും. അതായത് വൈയുടെ വാല്യൂ ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് കേസിൽ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞു. അതായത് M1, M2 ഇതാണ് നമ്മളുടെ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് എങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഇസ് C1 e⁻m1x ഓക്കെ പ്ലസ് C2 e⁻m2x. ഇതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ M1 M2 വാല്യൂസ് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ? C1 e⁻x 1x മീൻസ് x പ്ലസ് C2 e⁻x. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഇതിലെ 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മൾക്ക് കാണേണ്ടത് എന്താണ് C1 C2ൻ്റെ വാല്യൂസ്, C1ൻ്റെ വാല്യൂ C2ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എടുക്കുക. y(0), ദ ഫസ്റ്റ് കണ്ടീഷൻ y(0) is equal to 4. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. വൈക്ക് 4 എന്ന വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാം. എപ്പോൾ? എക്സ് എന്ന വേരിയബിളിന് 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു സൊല്യൂഷനകത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. വൈയുടെ വാല്യൂ എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. ഓക്കെ, സോ 4 is equal to C1 e⁻xന് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ C1 e⁻0, അതായത് C1 പ്ലസ് C2 e⁻0 C2. So we are getting an equation C1 plus C2 is equal to 4 and you can put it as equation number 1. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഒരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടും by considering the second condition given. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് തന്നത് എന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ തന്നിരിക്കുന്നത് y ഡാഷ് എന്നാണ് അല്ലേ. y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2 എന്നാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വൈയോ ഉള്ളൂ. എന്ത് കണ്ടുപിടിക്കണം? y ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വൈയിൽ നിന്ന് y ഡാഷ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ y ഡാഷ് ഇസ് ഈക്വൽ ടു, ഓരോ ടേം ബൈ ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ C1 e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ പ്ലസ് C2 e⁻x. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ C2 ഇൻറ്റു e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x ഇൻറ്റു -1 എന്ന് വരും. സോ ദ സെക്കൻഡ് ടേം ഇസ് -C2 e⁻x. ഇനി നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. y ഡാഷിന് -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -2 is equal to x ഉള്ളിടത്ത് 0 എന്ന് കൊടുക്കാം. C1 - C2. ദിസ് ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഫോം ചെയ്തത്. ദിസ് ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സോ ഫാർ വി ഹാവ് 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷനും കൂടി നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C1 ആൻഡ് C2. Okay, you just solve these 2 equations. First equation, let me write once more. C1 plus C2 is equal to 4 and the second is C1 minus C2 is equal to -2. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് C1 C2 കണ്ടുപിടിക്കുക എന്നത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇവിടെ തന്നെ കോഎഫിഷ്യൻസ് ഒന്ന് +C2 ഒന്ന് -C2, അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2C1. അപ്പം നമ്മൾക്ക് 2C1 is equal to 2 ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2C1 is equal to 4 minus 2 എന്ന് വരും. സോ C1 is equal to 1 എന്ന് വരും. ഓക്കെ, ഈ C1ൻ്റെ വാല്യൂ ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C2 ഓൾസോ. C2 യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C2 is equal to 3. ഓക്കെ, അപ്പം സോ ഹിയർ വി ഹാവ് ദ വാല്യൂ C1 ആൻഡ് C2. C1 C2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്?
ഈ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷൻ, മുൻപ് കിട്ടിയ ജനറൽ സൊല്യൂഷൻ ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ. ഈ സൊല്യൂഷനകത്ത് കൃത്യമായിട്ട് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ y is equal to C1, that means 1 into e raised to x പ്ലസ് C2 എന്ന് പറയുന്നത് 3 ആണ്, 3 into e raised to minus x. Okay, so this is the complete solution, okay, independent of arbitrary constants. Okay, now we have the second question. Show that e raised to 2x, e raised to 3x are linearly independent solutions of the differential equation y double dash minus 5y dash, ഇവിടെ y dash ഉണ്ട്, plus 6y is equal to 0 in minus infinity less than x less than infinity. What is its general solution? So here you are given two solutions, e raised to 2x. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. First solution, let y1 is equal to e raised to 2x, first solution, and the second solution y2 is equal to e raised to 3x. ഇത് രണ്ടെണ്ണം സൊല്യൂഷൻസ് ആണ്. ഏത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് എന്നാണ് നമ്മൾക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് സൊല്യൂഷൻ y1 എന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ന് അതിൻ്റെ മീനിങ് y1നെ ഈ എക്സ്പ്രഷനെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം y1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഈ y1ൽ നിന്ന് നമ്മൾക്ക് y1 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക. y1 ഡാഷ് ഇസ് ഈക്വൽ ടു 2 into e raised to 2x. y1 ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു, ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4 times e raised to 2x. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസും നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ y ഡബിൾ ഡാഷ്, അതായത് 4 times e raised to 2x മൈനസ് 5y dash, y dash is 2 e raised to 2x, so 5 into 2, it is 10 times e raised to 2x plus 6y1, 6y, so 6 times e raised to 2x. What is the answer? So this is 4 e raised to 2x, 6 e raised to 2x, so 10 e raised to 2x minus 10 e raised to 2x, so altogether the answer is 0. Okay, therefore we can say that y1, this satisfies the given differential equation, therefore y1 is a solution. And similarly you can prove that y2 വിൽ നിന്ന് നിങ്ങൾ y2 ഡാഷും y2 ഡബിൾ ഡാഷും കാൽക്കുലേറ്റ് ചെയ്യുക. ആ രണ്ട് എക്സ്പ്രഷൻസും നിങ്ങൾക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ 0 കിട്ടുന്നുണ്ടെങ്കിൽ y2വും ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ y2വും ഒരു സൊല്യൂഷനാണ് എന്ന് ഈ തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദീസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് റോൺസ്കിയൻ ഉപയോഗിച്ചിട്ട്. റോൺസ്കിയൻ W ഇസ് എ ഡിറ്റർമിനൻറ്റ്. y1 y2 രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ റോൺസ്കിയൻ കാണാനുള്ള മെത്തേഡാണ് y1 y2 റോ വൈസ്, then next row y1 dash y2 dash. This determinant is the Wronskian, and this determinant cannot be 0. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം നോട്ട് ഈക്വൽ ടു 0 മീൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. വാട്ട് ഇസ് ഡബ്ല്യു? ദിസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ്, നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ഇ റേസ് ടു 2x y1, ഇ റേസ് ടു 3x y2. ഓക്കെ, then next row will be the derivative, so it is 2 times e raised to 2x. The derivative here is 3 times e raised to 3x, and what is its value? This is equal to e raised to 2x, this cross first, so e raised to 2x into 3 times e raised to 3x, that is 3 times e raised to powers add ചെയ്താൽ മതി. so e raised to 5x എന്ന് വരും, മൈനസ്
ദ നെക്സ്റ്റ് ക്രോസ് എടുക്കുമ്പം ഇ റേസ് ടു 3x ഇൻറ്റു 2 ഇ റേസ് ടു 2x. സോ ഇറ്റ് ഇസ് 2 ഇ റേസ് ടു 5x പവേഴ്സ് ആഡ് ചെയ്തതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു വോട്ട് വിൽ ഗെറ്റ്, ഇറ്റ് ഇസ് ഇ റേസ് ടു 5x. ഇത് 0 ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore what we can say about y1 and y2, we can say that y1 and y2 are linearly ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം, ലീനിയർ ഇൻഡിപെൻഡൻസ്. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഇ റേസ് ടു 2xും ഇ റേസ് ടു 3xും സൊല്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ, ഇവിടെയും നമുക്ക് ജനറൽ സൊല്യൂഷൻ ആദ്യം എഴുതാണ്ട് y ഈസ് ഈക്വൽ ടു, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ് ഇസ് C1 ഇ റേസ് ടു 2x പ്ലസ് C2 ഇ റേസ് ടു 3x. ഇതാണ് ജനറൽ സൊല്യൂഷൻ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ജനറൽ സൊല്യൂഷൻ നമ്മൾ എഴുതിയത് y1 y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തതുകൊണ്ട് രണ്ട് കോൺസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടും കൂടിയുള്ള ലീനിയർ കോമ്പിനേഷനാണ് ഫൈനൽ സൊല്യൂഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞത് നേരത്തെ, ഇത് ഇങ്ങനെയല്ലാതെ തന്നെ നമ്മൾ തൊട്ട് മുൻപ് ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓക്സിലറി ഇക്വേഷൻ ആണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ റൂട്ട്സ് 2ഉം 3 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ C1 ഇ റേസ് ടു m1x പ്ലസ് C2 ഇ റേസ് ടു m2x, അതേ മെത്തേഡ് ഉപയോഗിച്ച് ഇതിനെ വേണമെങ്കിലും ഇവിടെയും നമ്മൾക്ക് ചെയ്യാം. അപ്പം ഇത് ലീനിയർ ഇൻഡിപെൻഡൻസ് ചോദിച്ചത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ലീനിയർ ഇൻഡിപെൻഡൻസ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ഉപയോഗിച്ച് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ വളരെ എളുപ്പത്തിൽ ഇവിടെ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ. Now the third question comes under part A. Solve y triple dash minus 4y double dash plus 5y dash minus 2y is equal to 0. This is a third order differential equation which is homogeneous. Homogeneous ആണ് എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈക്വൽ ടു 0 വന്നതുകൊണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ CF ആണ്. ഓക്കെ, അത് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ AE നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AE മീൻസ് ഇറ്റ് ഇസ് എൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എം. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ചൂസ് ചെയ്യുന്നത്. സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ്, ഐ ടോൾഡ് യു ഇൻ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദിസ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റർ D. അപ്പോൾ y ട്രിപ്പിൾ ഡാഷിനെ നമ്മൾ എങ്ങനെയായിരുന്നു മാറ്റി എഴുതുക, ഇറ്റ് ഇസ് D³ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം, മൈനസ് 4y ഡബിൾ ഡാഷിനെ മാറ്റി എഴുതുമ്പോൾ 4D² പ്ലസ് 5y ഡാഷിനെ എങ്ങനെ മാറ്റി എഴുതാം, 5dy എന്ന് എഴുതാം, മൈനസ് 2y ഈക്വൽ ടു 0. ഏത് പ്രോബ്ലത്തിനെയും നമുക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിൽ കോമൺ ഫാക്ടർ എന്താണ്, y കോമൺ ഫാക്ടറാണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ ഞാൻ പറഞ്ഞു അത് ലാസ്റ്റിലേ എഴുതാൻ പാടുള്ളൂ, ബിഗിനിങ്ങിൽ എഴുതരുത്. സോ D³ മൈനസ് 4D² പ്ലസ് 5D മൈനസ് 2 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞത്, കോയഫിഷ്യൻറ്റ്, വൈയുടെ കോയഫിഷ്യൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. സോ D³ മൈനസ് 4D² പ്ലസ് 5D മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, നൗ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, എവിടെയാണോ D വരുന്നത് ആ ഡിയെ പേര് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, M എന്ന് കൊടുക്കണം. സോ വി വിൽ ഗെറ്റ് ദ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഡിക്ക് പകരം M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് m³ മൈനസ് 4m² പ്ലസ് 5m മൈനസ് 2 ഈക്വൽ ടു 0 എന്നായിരിക്കും. ഈ ഇക്വേഷനിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂസാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇവിടെ m³ എന്ന എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ എമ്മിന് 3 വാല്യൂസാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ നിന്ന് ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ കിട്ടുന്ന റൂട്ട്സ്, എമ്മിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് m ഇസ് ഈക്വൽ ടു 1,1,2. ഇത് റൂട്ട്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് ഒരു വീഡിയോയിൽ ഏഗൺ വാല്യൂസ് കാണുന്ന
മെട്രിസസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എം ഇസ് ഈക്വൽ ടു 1 1 2 എന്ന റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ലുക്ക് അറ്റ് ദ നേച്ചർ ഓഫ് ദീസ് റൂട്ട്സ്. ഇത് രണ്ടെണ്ണം സെയിം റൂട്ട്സ്, ഈക്വൽ റൂട്ട്സ്, ആൻഡ് വൺ ഇസ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ കേസ് 1ൻ്റെയും കേസ് 2ൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ CF എന്നാണ് പേര്. CF ഓർ യു ക്യാൻ റൈറ്റ് Y. കൺസിഡർ ദ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? C1 e⁻m1x മീൻസ് 2x. ഓക്കെ, ഇനി രണ്ട് റൂട്ട്സ് സെയിം ആണ് എങ്കിൽ, m1ഉം m2ഉം സെയിം ആണ് എങ്കിൽ, m1 ഈക്വൽ ടു m2 ആണെങ്കിൽ നമ്മളുടെ CFൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2x ഇൻറ്റു e⁻m1x. ഇതാണ് സെയിം റൂട്ട്സ് വന്നാൽ, ഈക്വൽ റൂട്ട്സ് വന്നാൽ കേസ് 2യുടെ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ 1ഉം 1ഉം സെയിം റൂട്ട്സ് ആണ്. അപ്പോൾ നമ്മളുടെ ടേംസ് എങ്ങനെ മാറ്റാം? C1 എന്ന കോൺസ്റ്റൻറ്റ് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് C2 C3 എന്ന പേര് കൊടുക്കാം. സോ ഇറ്റ് ഇസ് C2 പ്ലസ് C3x ഇൻറ്റു e⁻m1. m1 means 1. So e⁻1x. So it is x. Okay. So this is the complete solution of this differential equation. Now look at the next question. Find the particular integral of d square plus 4d plus 1 into y is equal to e⁻x into sin 3x. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് e⁻x ഇൻറ്റു സൈൻ 3x. അതായത് ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നതെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതാറ്, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to കോംപ്ലിമെൻ്ററി ഫങ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ എന്നാണ്. ഓക്കെ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്സിലറി ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാം പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങളോട് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് എങ്കിൽ, ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ y ഇസ് ഈക്വൽ ടു പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ y, പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ f(x) ഡിവൈഡഡ് ബൈ f(d) എന്നാണ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ കാണാനുള്ള ഫോർമുല. ഓക്കെ, f(x) എന്ന് പറയുന്നത് നമുക്ക് എന്താണോ തന്നിരിക്കുന്നത്, ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ e⁻x ഇൻറ്റു സൈൻ 3x ആണ് f(x). f(d) എന്ന് പറയുന്നത് ഈ ഒരു കോഎഫിഷ്യൻ്റ്, ഓപ്പറേറ്റർ ഡിയിലുള്ള കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലത്തിലെ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ PI ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ദിസ് ഇസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല, ഇറ്റ് ഈസ് e⁻x ഇൻറ്റു സൈൻ 3x divided by f(d). f(d) is d square plus 4d plus 1. ഓക്കെ, ഇതാണ് നമ്മൾക്ക് PIയുടെ എക്സ്പ്രഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നൗ ലുക്ക് അറ്റ് ദ f(x) ഗിവൺ. f(x) ഇവിടെ തന്നിരിക്കുന്നത് f(x) ഒരു പ്രത്യേക ഫോമിലാണ്. ദിസ് ഇസ് ഈക്വൽ ടു e⁻x ഇൻറ്റു സൈൻ ഓഫ് 3x. സൈൻ ഓഫ് 3x ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫങ്ഷൻ ഓഫ് x, സോ ലെറ്റ് ഇറ്റ് ബി സം v ഓഫ് x. അപ്പം ഈ തരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് f(x) ആയിട്ട് തരുന്നതെങ്കിൽ ഈ മെത്തേഡ് പറയുന്നത് e⁻x-നെ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റി എഴുതാം, പ്രൊവൈഡഡ് d ഈസ് ഷിഫ്റ്റഡ് ടു d പ്ലസ് a എന്നാണ്. ഓക്കെ, സപ്പോസ് e⁻x-ന് പകരം ലെറ്റ് മീ റൈറ്റ് e⁻ax, ഒരു ജനറൽ ടേം ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മൾ e⁻ax അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ e⁻x-നെ ബിഗിനിങ്ങിൽ എഴുതാം, പ്രൊവൈഡഡ് d ഉള്ളിടത്തെല്ലാം d പ്ലസ് a എന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് റൂള്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എക്ക് പകരമായിട്ട് ഇവിടെയുള്ളത് a വാല്യൂ ഇസ് 1. അപ്പോൾ ഡിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? d ഈക്വൽ ടു d പ്ലസ് a, ദാറ്റ് മീൻസ് d പ്ലസ് 1. അപ്പോൾ നമ്മളുടെ ഈ ടേം എങ്ങനെയാണ് മാറുന്നത് നോക്കൂ.
ദിസ് ബിക്കംസ് ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് നമ്മൾ പുറത്തെഴുതി ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി ഉള്ളിടത്തെല്ലാം ഡി പ്ലസ് വൺ എന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ബിക്കംസ് ഡി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, ഓക്കെ, പ്ലസ് 4d becomes 4 into d plus 1 plus 1, okay, and in the numerator what we have sin 3x, okay, this we have in the numerator. അപ്പോൾ d ഉള്ളിടത്ത് d പ്ലസ് എ എന്ന d പ്ലസ് 1 എന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇനി ലുക്ക് അറ്റ് ദ ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം മാത്രം നോക്കുക. ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ നേച്ചർ എന്താണ്? ഈ ന്യൂമറേറ്റർ സൈൻ 3x ആണ്. സൈൻ ഫംഗ്ഷനോ കോസ് ഫംഗ്ഷനോ ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ഡിനോമിനേറ്ററിലെ ഡി സ്ക്വയർ എവിടെയാണോ അവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് ഓഫ് എ സ്ക്വയർ എന്നാണ്. ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ടേമിൽ സൈനിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് കൊണ്ട് സൈൻ എ എക്സ് ആണ് ജനറൽ ഫോമായിട്ട് വരിക, സൈൻ എ എക്സ്. അപ്പം ഇവിടുത്തെ എ എന്നത് മാറി. ഇപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത് സൈൻ 3x ആണ്. ഓക്കെ, നേരത്തെയുള്ള എ എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത് ഈ ബ്രാക്കറ്റിനകത്ത ടേംസിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ടെക്നിക്ക് ഈ സൈൻ ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ ഡി സ്ക്വയർ എവിടെ വരുന്നുവോ അവിടെയെല്ലാം മൈനസ് ഓഫ് എ സ്ക്വയർ, ദാറ്റ് മീൻസ് -9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So this is equal to e raised to x as it is into, നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലേ ഡി സ്ക്വയർ അവിടെ വിസിബിൾ ആവുള്ളൂ അല്ലേ. സോ ഇറ്റ് ഇസ് സൈൻ 3x ഹോൾ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 പ്ലസ് നെക്സ്റ്റ് ടേം 4d plus 4. And what will be the next term? Plus 1. Okay, plus 1. പ്ലസ് 1. ഇത്രയും ടേംസ് ആണ് ഡിനോമിനേറ്റർ. ഇനി ഡിനോമിനേറ്ററിൽ എവിടെയെല്ലാമാണ് ഡി സ്ക്വയർ വരുന്നത് എന്ന് നോക്കൂ. ഡി സ്ക്വയർ വരുന്നിടത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് -9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഹിയർ ഓൺലി ഹിയർ വി ഹാവ് ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് 3x ഹോൾ ഡിവൈഡഡ് ബൈ -9 plus 2d plus 4. Okay, it is 6d plus 6. 1 plus 4 plus 1. Okay, it is 6. ഇതാണ് നമുക്ക് റിമെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 3x ഡിവൈഡഡ് ബൈ 6d മൈനസ് 3 എന്ന് വരും. ഓക്കെ, വീണ്ടും ലുക്ക് അറ്റ് ദ ന്യൂമറേറ്റർ. ഇറ്റ് ഇസ് സൈൻ 3x. സൈൻ 3x എന്ന് പറയുന്നത് വീണ്ടും മറ്റൊരു ഫോമാണ്. സൈൻ 3x നേരത്തെ പറഞ്ഞതുപോലെ ഡി സ്ക്വയറിലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ, പക്ഷേ ഡിനോമിനേറ്ററിൽ ഡി സ്ക്വയർ ഇല്ല. ഡിനോമിനേറ്ററിനെ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 വേണമെങ്കിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളാവും. പക്ഷെ അവിടെ ഡി സ്ക്വയർ ഇല്ല. അപ്പോൾ ഡി സ്ക്വയർ വരുത്താൻ വേണ്ടിയിട്ട് വി ക്യാൻ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ദിസ് ബൈ ദ conjugate of the denominator. Okay, so what will be this is equal to e raised to x by 3, ഇത് നമുക്ക് പുറത്തെടുക്കാം, into sin 3x divided by 2d minus 1. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിലെ 2d മൈനസ് 1ൻ്റെ കോഞ്ചുഗേറ്റ് 2d പ്ലസ് 1 ആണ്. അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ ഇ റേസ് ടു എക്സ് ബൈ 3 ഇൻറ്റു 2d പ്ലസ് 1 യു എക്സ്പ്രസ് ഇൻ ദ ബിഗിനിങ് 2d പ്ലസ് 1 ഇൻറ്റു സൈൻ 3x ഹോൾ ഡിവൈഡഡ് ബൈ 2d മൈനസ് 1 ഇൻറ്റു 2d പ്ലസ് 1. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന പോലെയാണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് ദിസ് ഇസ് ഈക്വൽ ടു 4d സ്ക്വയർ മൈനസ് 1.
Okay, so this is equal to again e raised to x by 3 into ഡിനോമിനേറ്ററിൽ ഇപ്പോൾ നമുക്ക് ഡി സ്ക്വയർ എന്ന് വന്നിട്ടുണ്ട്. ഡി സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ -9 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ന്യൂമറേറ്റർ 2d + 1 എക്സ്പാൻഷനും ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2d ഇൻറ്റു 2d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2d ഇൻറ്റു സൈൻ 3x പ്ലസ് 1 ഇൻറ്റു സൈൻ 3x ഡിവൈഡഡ് ബൈ സൈൻ 3x ഡിവൈഡഡ് ബൈ ഡി സ്ക്വയറിൻ്റെ പ്ലേസിൽ നമുക്ക് -9 എന്ന് കൊടുക്കാം. ഓക്കെ, സോ -36 -1. Okay, this we have in the denominator. So it is -37 into 3 എന്നും കൂടെ വരും. Okay, and look at the numerator. It is 2d of sine 3x. What do you mean by d of sine 3x? d means it is derivative എന്നാണ് അർത്ഥം. Okay, so what we have the numerator? This is equal to, let me write here, it is e raised to x by 3 into, okay, d sine 3x means it is derivative. So sine into derivative cos. So 3 cos 3x, okay, plus sine 3x as it is sine 3x whole divided by -37. Okay, -37. So on further simplification, we'll get the particular integral of this equation as this is equal to, you can take the negative sign here, it is minus e raised to x into, okay, here 2 is here. Okay, so 2 into 3 altogether this becomes 6, right? So it is 6 times cos 3x plus sin 3x whole divided by, on multiplying this becomes 111. Okay, so this is the final answer. Okay, so I hope you all understood these questions. All these questions from part A, and all these are from module 1. Okay, so just go through once more all these questions. Thank you very much.